ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും സംശയനിഴലിൽ. ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി പരാമർശമുണ്ട്. ദേവസ്വം ബോർഡ് യോഗമാണ് വാതിൽ കട്ടിലകളിലെ സ്വർണ്ണത്തകിടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. ദേവസ്വം ബോർഡ് യോഗത്തിന്റെ രേഖയിലും മഹസറിലും സ്വർണം ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയത്. ഈ പൊരുത്തക്കേട് അതീവ ഗൗരവതരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രഥമ ദൃഷ്ട്യാ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നും കോടതി കണ്ടെത്തി. അഹമ്മദ് മുജ്തഫ ചേരുന്നു വിവരങ്ങളുമായി. മുജ്തഫ, എന്തൊക്കെയാണ് കോടതിയുടെ കണ്ടെത്തലുകൾ? ആരതി, നേരത്തെ നമ്മൾ സ്പോൺസറുടെയും അതോടൊപ്പം തന്നെ മറ്റു ചില ഇടപെടലുകളും ഒക്കെ ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഇന്നലെ വിശദമായി തന്നെ നൽകിയതാണ്. കുറെ കൂടി ഗുരുതരമായ ചില കണ്ടെത്തലുകളും പരാമർശങ്ങളും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. ഒന്ന്, ഈ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് 2019 ഫെബ്രുവരിയിൽ ഒരു കത്തയക്കുകയാണ്. ആ കത്തിൽ ശ്രീകോവിൽ വാതിലുകളുടെ അറ്റകുറ്റപ്പണി അന്തിമഘട്ടത്തിലാണ്. നേരത്തെ തന്നെ 2018 ഒരു ഉത്തരവ് പ്രകാരമാണ് അത് അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തയച്ചത്. അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. മാർച്ച് 11 2019 മാർച്ച് 11 അത് തിരികെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. ആ ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളകളിലെ സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ അല്ലെങ്കിൽ സ്വർണ്ണപാളികൾ വീണ്ടും സ്വർണം പൂശണമെന്നാണ് ആ കത്തിലുള്ളത്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആ കത്ത് അയക്കുന്നത്. സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ എന്ന് ഈ കത്തിൽ പ്രത്യേകമായി പരാമർശമുണ്ട്. അതായത് ഇത് മുമ്പ് തന്നെ സ്വർണം പൂശിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കത്ത് ദേവസ്വം കമ്മീഷണർക്കാണ് അയക്കുന്നത്. ഈ ദേവസ്വം കമ്മീഷണർ പിന്നീട് 2019 മാർച്ച് 3 ഇത് ദേവസ്വം അധികൃതർക്ക്, ദേവസ്വം ഒഫീഷ്യൽസിന് കൈമാറുകയാണ്. എന്നാൽ ദേവസ്വം കമ്മീഷണർ കത്തിൽ പരാമർശിച്ചത് വെറും ചെമ്പ് തകിടുകൾ എന്ന് മാത്രമാണ്. തൊട്ടു മുമ്പ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ, ചെമ്പ് പാളികൾ എന്നതുൾപ്പെടെ രേഖപ്പെടുത്തിയ കത്ത് ദേവസ്വം കമ്മീഷണർ അത് അധികൃതർക്ക് കൈമാറുമ്പോൾ അവിടെ വെറും ചെമ്പ് തകിടുകൾ എന്ന് മാത്രമാണ് അതിൽ പരാമർശമുള്ളത്. നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയ സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ എന്നത് ഒഴിവാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെയുള്ള പരാമർശത്തിന് വിരുദ്ധമായാണ് ഈ പരാമർശം. ദേവസ്വം കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഒരു യോഗം ചേരുകയാണ് 2019 മാർച്ച് 20. ആ യോഗത്തിലാണ് തകിടുകൾ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ യോഗത്തിന്റെ തീരുമാനമായി വരുന്നത്. ആ യോഗത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനമെടുക്കുന്നത്. ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ രേഖകളിലും പരാമർശം ചെമ്പ് തകിടുകൾ എന്ന് മാത്രമാണ്. അവിടെയും സ്വർണം പൂശിയ പാളികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തകിടുകൾ എന്നെവിടെയും പരാമർശമില്ല. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തകിടുകൾ കൈമാറുന്നതിന്റെ ഭാഗമായി 2019 മെയ് മാസം 18 ഒരു പ്രത്യേകമായി മഹസർ തയ്യാറാക്കുകയാണ്. ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ട, സൂക്ഷിക്കേണ്ട മഹസറാണ്. ആ മഹസറിലും രേഖപ്പെടുത്തിയത് ചെമ്പ് തകിടുകൾ എന്നാണ്. തന്ത്രി, മേൽശാന്തി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, വാച്ചർ, ഗാർഡ്, ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെയുള്ള 10 പേർ ഒപ്പിട്ട ഈ മഹസറിലും വെറും ചെമ്പ് തകിടുകൾ എന്ന് മാത്രമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഹൈക്കോടതി ഒരു പരാമർശം നടത്തുന്നുണ്ട്. 1998-99 കാലത്ത് വാതിൽ കട്ടികളിലും മറ്റുമായി 30 കിലോയിലേറെ സ്വർണം ഉപയോഗിച്ചതായി മുൻപത്തെ രേഖകളുണ്ട്. എങ്കിലും സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം പൂശിയ ഈ തകിടുകൾ എന്ന് മഹസറിൽ ഉൾപ്പെടാതെ പോയി, അല്ലെങ്കിൽ ആ വാക്ക് ഉൾപ്പെടാതെ പോയി. ഇത് നിസ്സാരമായി കാണാനാകില്ല, അതീവ ഗൗരവമാണ്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ ബോർഡ് അധികൃതർക്ക്, ദേവസ്വം ബോർഡിന്റെ അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി, അവർക്ക് കൃത്യവിലോപം സംഭവിച്ചു എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ.